നമസ്കാരം. ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ AMPC. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിൽ ഞങ്ങൾ KICBയിലെ ദൂർത്ത് കാണിച്ചിരുന്നു. ഇന്ന് ആ ദൂർത്തിൻ്റെ 3-ാം ഭാഗമാണ്. ഓരോ ദിവസവും കാണിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഓരോ ദിവസവും ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ഭരണകക്ഷിയിൽപ്പെട്ട പ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ എല്ലാവരും ദുഃഖത്തിലും വിഷമത്തിലുമാണ്. അവർക്ക് പുറത്തു പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ നമുക്ക് വിവരങ്ങൾ ഓരോന്ന് തന്നുകൊണ്ടിരിക്കും. ഇന്ന് പറയാൻ പോകുന്ന ദൂർത്ത് KICBയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് 268 പേർക്ക് 2 ദിവസം ട്രെയിനിങ് നൽകുന്നതിന് 19 ലക്ഷം രൂപ നൽകുന്ന ഒരു ദൂർത്താണ്. എക്സിക്യൂട്ടീവുകൾക്ക് ട്രെയിനിങ് നൽകണ്ടെന്നൊന്നും ഞാൻ പറയില്ല, നൽകണം. റിട്ടയർ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ട്രെയിനിങ് നൽകണോ വേണ്ടയോ എന്നുള്ളത് ബോർഡ് പരിശോധിക്കണം. എന്താണേലും ദൂർത്തിൻ്റെ ഉന്നതന്മാർ അതിന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അവരതുകൊണ്ട് പോകൂ. അപ്പോൾ ഈ 2 ദിവസത്തെ ട്രെയിനിങ് 268 പേർക്ക് 19 ലക്ഷം രൂപ. നേരെ മറിച്ച് ഇവിടെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സിന് PSSC അനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുത്തപ്പം 12 ദിവസം ട്രെയിനിങ് കൊടുത്തു. ആ 12 ദിവസം ട്രെയിനിങ് എന്ന് പറയുന്നത് ആ ട്രെയിനിങ്ങിൻ്റെ മൊത്തം ചെലവ് വരുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഭക്ഷണവും സർട്ടിഫിക്കറ്റ് അതുപോലെ അവിടുത്തെ റെൻ്റ് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഒരാൾക്ക് 680 രൂപ വെച്ചാണ് മുടക്കിയതെങ്കിൽ ഇവിടെ 3544 രൂപ ആവറേജ് ആവുകയാണ്. ദൂർത്തെന്ന് ഞാൻ പറയാൻ കാരണം ഈ ട്രെയിനിങ് നടക്കുന്നത് കൊച്ചിയിലും കോഴിക്കോടുമാണ്. കൊച്ചിയിൽ ക്ലബ്ബ് മഹീന്ദ്ര അരുക്കുറ്റി, വലിയൊരു ഹോട്ടലിലാണ്, 3 സ്റ്റാർ പോകാമെന്ന് എനിക്ക് തോന്നുന്നു. കോഴിക്കോട് നടക്കുന്ന ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലാണ്. അപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നാണോ ട്രെയിനിങ് കൊടുക്കേണ്ടത്? ബോർഡിൽ ഈ അടുത്ത കാലത്തായിട്ട് കുറേ ദൂർത്തുകൾ നടക്കുന്നുണ്ട്. കാരണം ചില ബോർഡ് മീറ്റിങ്ങുകളൊക്കെ കുറേ യോഗങ്ങളും മറ്റു കോൺഫറൻസുകളൊക്കെ എറണാകുളത്തൊക്കെ പല ഹോട്ടലിലാണ് നടത്തിയിരുന്നു. ബോർഡിൻ്റെ കോൺഫറൻസ് ഹാൾ തിയേറ്റർ പോലെ ആക്കിയിരിക്കുക. പണ്ടൊരിക്കൽ ഞങ്ങൾ പറഞ്ഞതാണ് 5 ലക്ഷത്തിൻ്റെ TV ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം വളരെയധികം ആൾക്കാർക്ക് ഇരിക്കാവുന്ന ട്രെയിനിങ് കൊടുക്കാവുന്ന ഹാൾ വരെ ബോർഡിനുണ്ട് 10-ാം നിലയിൽ. അത് കിടക്കുമ്പോഴാണ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് ദൂർത്ത് നടത്തുന്നത്. അപ്പോൾ ഇത് മനനൊന്ത പല ഇടത് നേതാക്കൾ കഴിഞ്ഞ ദിവസം ഉന്നതനെ കാണാൻ ചെന്നാൽ ഉന്നതനെ കാണാൻ പറ്റത്തില്ല ബോർഡിൽ. അത്യുന്നതനെ കാണാൻ ചെന്നവർക്ക് അവരെയും കാണാൻ പറ്റിയില്ല. അത്യുന്നതൻ ബാത്റൂമിലായിരിക്കും എന്നാണ് പറയുന്നത് ഇടയ്ക്കൊക്കെ. പിന്നെ തൊട്ടടുത്തിരിക്കുന്ന പൊക്കം കറഞ്ഞ വ്യക്തികളെയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരേണ്ട അവസ്ഥയിലാണ് പൊതുവെ എല്ലാവരും. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഇത് കേൾക്കാൻ ആരുമില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ പറയില്ലായിരുന്നു. ഒരു ട്രെയിനിങ്ങിൻ്റെ 19 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. ബോർഡിനെ പോലെ ഒരു വലിയ സ്ഥാപനത്തിന് 19 ലക്ഷം അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാലും ഞാനിത് പറയാൻ കാരണം ഈ ഇലക്ട്രിസിറ്റി വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുത്തപ്പോൾ PSSC അനുസരിച്ച് അത് മാൻഡേറ്ററി ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ കാര്യമാണ് ആ ട്രെയിനിങ്. അപ്പോൾ ആ ട്രെയിനിങ് അതുമായി ബന്ധപ്പെട്ട് വയനാട്ടിലുള്ള കുറേ വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർക്ക് വയനാട്ടിൽ ഇനി ബാച്ച് ഇല്ലാത്തത് കൊണ്ട് അവർ എന്ത് ചെയ്തു, ട്രെയിനിങ്ങിന് കോഴിക്കോട്ടേക്ക് മാറ്റി. കുറച്ച് പേര് പാവപ്പെട്ടവർ അവർ ട്രെയിനിങ്ങിന് കോഴിക്കോട് വന്നപ്പോൾ IBയിലെല്ലാം ഫുൾ, അവർക്ക് താമസിക്കാനിടയില്ല. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ട്രെയിനിങ്ങിന് പോകുമ്പോൾ ബോർഡ് റെൻറ്റ് കൊടുക്കണ്ടേ താമസിക്കാൻ? സ്റ്റാർ ഹോട്ടലിലൊന്നും കൊടുക്കണ്ട. അത് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ പറയുന്നത് അവർ കയ്യിൽ നിന്ന് പൈസ മുടക്കണം, അവർക്ക് ശമ്പളമൊക്കെ ഇല്ലേ, ശരിയാണ്, വേണേ മുടക്കം ഞങ്ങൾ. അതല്ല, ഇവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സ്റ്റാർ ഹോട്ടലിൽ കൊടുത്തിട്ട് ഒരു വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ട്രെയിനിങ് കൊടുക്കാൻ നേരം അവർക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് താമസിച്ചുകൂടെ? പൈസ ഇല്ലാത്തവൻ ട്രെയിനിങ് എടുക്കണ്ട, പഠിക്കണ്ട, വേറെ പണി നോക്കുന്നുള്ള അർത്ഥത്തിൽ ധാർഷ്ട്യത്തിൽ സംസാരിച്ചു. അതേ വ്യക്തികൾ തന്നെ ബോർഡിൻ്റെ ഇലവിൽ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന ആ പരസ്പര വിരോധാഭാസമായ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഇത് ഒന്ന് പുറത്ത് പറയാമെന്ന് വെച്ചത്. അപ്പോൾ 3544 രൂപ കൊടുത്ത് എക്സിക്യൂട്ടീവിനർക്ക് ഒരു ദിവസം ട്രെയിനിങ് നടത്താം. വർക്കർക്ക് 650 രൂപ കൊടുക്കുന്ന വർക്കർക്ക് അവർക്ക് വയനാട്ടിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കോഴിക്കോട് വന്നപ്പോൾ അവർക്കൊരു താമസ സൗകര്യം ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ബോർഡിൻ്റെ ഈ ഓർഡർ ഉണ്ടല്ലോ, ഇത് ബോർഡിൻ്റെ സൈറ്റിലില്ല കേട്ടോ. ഇങ്ങനത്തെ ഓർഡറൊക്കെ കാണാൻ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മതി. ഇത് CMD ഓഫീസ് ഓർഡർ CMD എന്നും പറഞ്ഞാണ് ഈ ഓർഡർ ഇറക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഓഫീസ് ഓർഡർ CMD ആണ്. അപ്പോൾ അത് ഇറക്കുമ്പോൾ പിന്നെ ബോർഡ് ഓർഡറിനകത്ത് ഇടണ്ട, നോട്ടിഫിക്കേഷൻ സൈറ്റിലൊന്നും ഇടണ്ട, അതൊക്കെ മാറ്റി ഓർഡറിൽ ഫയൽ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ബോർഡ് ഓർഡറിലൊന്നും ഇത് കാണാൻ പറ്റില്ല. ഇത് ഇമാതിരിയുള്ള അഴിമതികൾ ഒഴിവാക്കണം. കാരണം ഇത് ജനത്തിൻ്റെ പൈസയാണ്. ഇതെല്ലാം നമ്മുടെ ചെലവിൽ കയറി കറണ്ട് ചാർജ് ജനങ്ങൾക്ക് വരും. അപ്പോൾ ജനങ്ങൾ കയറി അടിക്കാൻ വരുമ്പോൾ നമ്മൾ ജീവനക്കാർക്ക് സാധാരണക്കാരനായ ജീവനക്കാർക്ക് കൊടുത്തിട്ടാണെന്ന് പറഞ്ഞ് ജീവനക്കാരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒരു ട്രേഡ് യൂണിയൻ്റെ ആളെന്ന നിലയ്ക്ക് ഞാനിത്
പരസ്യമായിട്ട് പുറത്തു പറയാൻ തീരുമാനിച്ചു. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിച്ചാൽ ഇതിനൊക്കെ ഉത്തരവിറക്കുന്നവരിൽ നിന്നും ഈ പൊതുമേഖലാ സ്ഥാപനത്തിനുണ്ടായിട്ട് നഷ്ടം അവരിൽ നിന്നും ഈടാക്കേണ്ടി വരും. അത് ഞങ്ങൾ അത്യുന്നതങ്ങളിൽ ഇരിക്കുന്നവരെയൊക്കെ ഒന്ന് അറിയിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. കാണാൻ ചെന്നാൽ അവർക്കൊക്കെ തിരക്കാണ്, സമയമില്ല, തൊട്ടടുത്തിരിക്കുന്ന ആളിനെ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യപ്പെടുന്നില്ല. ഇനി കാണുന്നില്ല, പ്രയോജനമില്ലാത്ത കാര്യമില്ലാത്തവരെയൊന്നും കണ്ടിട്ട് കാര്യമില്ല, അവർക്കൊന്നും കപ്പാസിറ്റി പവറും ഇല്ലാത്തവരെ കാണുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് എല്ലാവരും കാണുക, ഇത് പ്രചരിപ്പിക്കുക. തീരുമാനങ്ങൾ ഇനിയെങ്കിലും ബോർഡിൻ്റെ ഈ ധൂർത്തും അഴിമതി നിർത്തണം. അടുത്ത ദിവസങ്ങളിൽ വേറെ വരും, ചാർജിങ് സ്റ്റേഷൻ്റെ കിടപ്പുണ്ട്, വേറെ പലതും കിടപ്പുണ്ട്. അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.